കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നിയമപരമായി ഗുരുതര വീഴ്ചയുണ്ടെന്ന് അമിക്കസ് ക്യൂറി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. പദ്ധതി പ്രദേശത്തെ അപകട സാധ്യത ഒഴിവാക്കാൻ മണ്ണ് നീക്കം ചെയ്യണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 5 തവണ ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന അതോറിറ്റി അത് പൂർണ്ണമായും അവഗണിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പദ്ധതിക്ക് പരിസ്ഥിതി അനുമതിയുണ്ടെന്ന ബാലിശമായ കാരണം പറഞ്ഞാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിഷയത്തിൽ ഇടപെടാതെ ഫയൽ മടക്കിയത്. ദുരന്ത സാധ്യതയുള്ള ഏത് നിർമ്മാണ പ്രവർത്തനവും പരിശോധിക്കാൻ അതോറിറ്റിക്ക് നിയമപരമായ അധികാരമുണ്ടായിട്ടും ഉദ്യോഗസ്ഥർ ബോധപൂർവം ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറുകയായിരുന്നു. ദുരന്ത നിവാരണ നിയമത്തിന് തികച്ചും വിരുദ്ധമായ നിലപാടാണ് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്വീകരിച്ചതെന്നും അമിക്കസ് ക്യൂറി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദുരന്തത്തിൽ പൊതുമരാമത്ത് വകുപ്പിനും നിർമ്മാണ കരാർ ഏറ്റെടുത്ത കമ്പനിക്കും തുല്യ പങ്കുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. പൊതുമരാമത്ത് വകുപ്പായിട്ടായിരുന്നു പദ്ധതിയുടെ കരാർ ഒപ്പിട്ടിരുന്നത്. എന്നാൽ പദ്ധതി നിർവഹണം കൃത്യമായ നിയമങ്ങൾ പാലിച്ചാണോ നടക്കുന്നത് എന്ന് പരിശോധിക്കാൻ വകുപ്പ് തയ്യാറായില്ല. കരാർ പ്രകാരം നീക്കം ചെയ്യുന്ന മണ്ണ് നിക്ഷേപിക്കാൻ പ്രത്യേക സ്ഥലം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കരാർ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ഈ നിർദ്ദേശം കാറ്റിൽ പറത്തി. പദ്ധതി പ്രദേശത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി അമിക്കസ് ക്യൂറി ഹൈക്കോടതിയെ ബോധിപ്പിച്ചു.